ഇപ്പൊ ലൈനിൽ 246 വോൾട്ട് ആണുള്ളത്. അപ്പൊ ഞാൻ സ്വിച്ച് ഓൺ ചെയ്യാൻ പോവാണ്. ഹലോ കൂട്ടുകാരെ, ജിയ അങ്കമാലിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ MOV എന്ന വേരിയബിൾ രജിസ്റ്റർ ആയ ഈ ഒരു കമ്പോണന്റിന്റെ വീഡിയോ ഇട്ടിരുന്നു. നിങ്ങളെ കണ്ടതിൽ, എന്റെ ഈ വീഡിയോ കണ്ടതിൽ വളരെയേറെ സന്തോഷമുണ്ട്. അതിന്റെ കമന്റ് ഞാൻ വായിച്ചതിൽ ചില ആളുകൾ പറഞ്ഞു ഇത് ഫേക്ക് വീഡിയോയാണെന്ന്, ചിലവർ പറഞ്ഞു ഇതൊന്ന് പ്രാക്ടിക്കൽ ആയിട്ട് കാണിച്ചു തരാമോ എന്ന്. ഞാൻ നിങ്ങളോട് പറയണം, എന്റെ ഒരു അനുഭവം വെച്ചിട്ട് ഞാൻ പറയുകയാണ്, 100% ഹൈ വോൾട്ടേജിൽ നിന്ന് നമ്മുടെ ഇലക്ട്രോണിക് എക്യുപ്മെന്റ്സിനെ, അതായത് ഇപ്പൊ TV, വാഷിംഗ് മെഷീൻ ഇങ്ങനെ തുടങ്ങിയ നിരവധി ഇലക്ട്രോണിക് എക്യുപ്മെന്റ്സിനെ ഹൈ വോൾട്ടേജിൽ നിന്ന് ഈ 10 രൂപയുടെ MOV ഉപയോഗിച്ച് എങ്ങനെ സേവ് ചെയ്യാന്നുള്ള പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഞാൻ ഇന്ന് കാണിച്ചു തരാൻ പോവാണ്. ഞാൻ ഇനി ചെയ്യുന്ന വീഡിയോയുടെ പ്രത്യേകത എന്താണെന്ന് പറയട്ടെ. നമ്മുടെ മാർക്കറ്റിൽ, അതായത് ഹൈ വോൾട്ടേജിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഈ ഹൈ വോൾട്ടേജ് പ്രൊട്ടക്ടർ ഇന്ന് അവൈലബിൾ ആണ്. അത് 3000-4000 രൂപ മുതൽ നമുക്ക് മാർക്കറ്റിൽ കിട്ടും. ഈ 3000 അല്ലെങ്കിൽ 4000 രൂപയുടെ ഹൈ വോൾട്ടേജ് പ്രൊട്ടക്ടറിന്റെ ഉപയോഗം പോലെ തന്നെയാണ് നമ്മുടെ 10 രൂപ വരുന്ന ഈ കമ്പോണന്റ്, അതായത് MOVയുടെ. ഇത് രണ്ടും വൺ ടൈമേ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. സാധാരണക്കാരായ നമുക്ക്, അതായത് ഒരു ഇടിമിന്നൽ വന്നാലോ ഹൈ വോൾട്ടേജ് എന്തെങ്കിലും പ്രശ്നം വന്നാലും ഇത് വൺ ടൈം യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിലുള്ള ഈ 3000 രൂപ നഷ്ടപ്പെടും. അതേസമയം ഈ 10 രൂപയുടെ ഈ MOV ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ ഹൈ വോൾട്ടേജിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യുന്നത് എന്നുള്ള പ്രാധാന്യമാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് വ്യക്തമാക്കി തരുന്നത്. ഇത്രയും സിമ്പിളും എഫക്റ്റീവുമായ ഈ MOV, ഈ പ്രോഡക്റ്റ് എന്തുകൊണ്ട് ഇലക്ട്രീഷ്യന്മാര് നമുക്ക് പറഞ്ഞു തരുന്നില്ല എന്നുള്ള ചോദ്യവും എന്റെ കമന്റ്സിൽ ഉണ്ടായിരുന്നു. അപ്പൊ അതിനുമുള്ള ഉത്തരം വളരെ സിമ്പിൾ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇത് ലോകത്തിലെ തന്നെ നമ്പർ 1 കമ്പ്യൂട്ടർ നിർമ്മാതാക്കളിൽ ഒന്നായ HP കമ്പനിയുടെ മോണിറ്ററിന്റെ പവർ സപ്ലൈ ബോർഡാണ്. നിങ്ങൾ ഈ കാണുന്ന ഈ ബോർഡിന്റെ ഇവിടം വരെയാണ് ഇൻപുട്ട് സെക്ഷൻ എന്ന് പറയുന്നത്. നമ്മുടെ പവർ കോഡ് കൊടുക്കുന്നത് ഇതിലൂടെയാണ്. ഇനിയാണ് നമ്മുടെ കഥാപാത്രം കാണിക്കാൻ പോകുന്നത്. അതായത് ഈ ഗ്രീൻ കളറിൽ കാണുന്ന MOVനെ കുറിച്ചാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. ഈ ബോർഡിലെ ഹൈ വോൾട്ടേജ് പ്രൊട്ടക്ടർ ആയിട്ടാണ് MOV വർക്ക് ചെയ്യുന്നത്. ഇതിന്റെ തൊട്ടടുത്ത് കാണുന്ന ഈ റെഡ് കളർ ഒരു ഫ്യൂസ് ആണ്. ഈ ഫ്യൂസിന് പകരമാണ് നമ്മൾ ഇവിടെ MCB യൂസ് ചെയ്യുന്നത്. ഈ പവർ കോഡ് കണക്ടറിന്റെ അപ്പുറത്തും ഇപ്പുറത്തും കാണുന്ന ഈ ബ്ലൂ കളർ ഇല്ലേ, ഇതും ഒരു MOV ആണ്. ഇത് സർജ് പ്രൊട്ടക്ടർ ആയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. MOVനെ നമുക്ക് ഹൈ വോൾട്ടേജ് പ്രൊട്ടക്ടർ ആയിട്ടും സർജ് പ്രൊട്ടക്ടർ ആയിട്ടും യൂസ് ചെയ്യാൻ പറ്റും. ലോകത്തിലുള്ള എല്ലാ സ്റ്റാൻഡേർഡ് കമ്പനിക്കാരും, അതായത് ആപ്പിൾ അടക്കം, ഹൈ വോൾട്ടേജ് അവരുടെ എക്യുപ്മെന്റ്സിനെ ഹൈ വോൾട്ടേജിൽ നിന്നും സർജിൽ നിന്നും ഈ MOV ഈ പ്രകാരമാണ് അവർ പ്രൊട്ടക്ട് ചെയ്യുന്നത്. ഇപ്പൊ നിങ്ങളുടെ വീട്ടിലുള്ള കമ്പ്യൂട്ടറിലോ TVയിലോ ഹൈ വോൾട്ടേജ് വന്നിരിക്കട്ടെ. ആ സമയത്ത് ഈ എക്യുപ്മെന്റിലെ ഇതുപോലെയുള്ള MOVകൾ ഷോർട്ടായി ഈ ഫ്യൂസിനെ ഓപ്പൺ ആക്കി എക്യുപ്മെന്റിനെ പ്രൊട്ടക്ട് ചെയ്യുന്നു. അപ്പൊ നിങ്ങളുടെ TV കേടായെന്ന് ഓർത്ത് ഈ TV നിങ്ങൾ ഷോപ്പിലേക്ക് കൊണ്ടുപോയി കൊടുക്കും. അപ്പൊ അവിടുത്തെ ടെക്നീഷ്യൻ അത് ഓപ്പൺ ചെയ്ത് ഇതിലെ MOV മാറ്റി, അതായത് 10 രൂപ വിലയുള്ള MOV ഫ്യൂസ് മാറ്റി നിങ്ങളുടെ കയ്യിലേക്ക് തന്നിട്ട് ഒരു 2500-3000 രൂപ വാങ്ങിക്കും. ഈ MOV, അതായത് ഈ പ്രൊട്ടക്ഷൻ മെത്തേഡ് നമ്മുടെ TVയുടെ അകത്തുള്ളത് കൊണ്ടാണ് നമുക്ക് ഇത് ഷോപ്പിലേക്ക് കൊണ്ടുപോയി കൊടുക്കേണ്ടി വന്നത്. നമുക്ക് ഈ MOV TVയുടെ പുറത്ത് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഈ പണി ഒഴിവാക്കിക്കൂടെ? ആ മെത്തേഡാണ് ഞാൻ വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഇത് ഇലക്ട്രോണിക് ടെക്നീഷ്യന്മാർക്ക് കോമൺ ആയിട്ട് അറിയുന്ന കാര്യമാണ്, പക്ഷെ ഇലക്ട്രീഷ്യന്മാർക്ക് അറിയണമെന്നില്ല. അപ്പൊ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായില്ലേ? ഇനി ഇതിന്റെ പ്രാക്ടിക്കൽ ആയിട്ട് ഇതിന്റെ പ്രവർത്തനം എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഈ ടേബിളിൽ നിങ്ങൾക്ക് കാണിച്ചു തരാനായിട്ട് ഒരു വീടിന്റെ ഒരു ബേസിക് സെറ്റപ്പ് ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട്. ഈ സെറ്റപ്പില് ഒരു സിംഗിൾ എക്യുപ്മെന്റിന്റെ ആയാലും വീടിന്റെ മൊത്തം പ്രൊട്ടക്ഷൻ ആയാലും എങ്ങനെയാണെന്ന് 10 രൂപയുടെ MOV വെച്ച് ഞാൻ കാണിച്ചു തരാം. മുൻ വീഡിയോയില് ഞാൻ നിങ്ങളോട് പറഞ്ഞു തന്നായിരുന്നു ഈ MOV, അതായത് ജസ്റ്റ് പ്ലഗ് ചെയ്ത് കൊടുത്ത് ഇത് ഓൺ ചെയ്ത് വെച്ചാൽ നമ്മുടെ എക്യുപ്മെന്റ്സിനെ സേവ് ചെയ്യാന്ന്. അതായത് ഹൈ വോൾട്ടേജ് 275 വോൾട്ട് ആണ് ഈ MOV. ഈ 275-ൽ കൂടുതൽ ഹൈ വോൾട്ടേജ് വന്നാൽ നമ്മളുടെ എവിടെയാണോ നമ്മൾ റൂമിൽ കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്, അതായത് ഏത് എക്യുപ്മെന്റ്സിനെയാണോ നമ്മൾ സേവ് ചെയ്യാൻ വെച്ചിരിക്കുന്നത്, അവിടെ ഈ MOV കണക്ട് ചെയ്ത് കഴിയുമ്പോൾ 275 വോൾട്ടിൽ കൂടുതലാണെങ്കിൽ ഇത് ഷോർട്ടായി ആ റൂമിലുള്ള MCB ട്രിപ്പായി നമ്മുടെ എക്യുപ്മെന്റ്സിനെ സേവ് ചെയ്യാന്നുള്ളത്. ഉദാഹരണത്തിന് ഈ ബൾബിനാണ് നമുക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കേണ്ടതെങ്കിൽ ബൾബ് കണക്ട് ചെയ്തിരിക്കുന്ന അതേ ലൈനിൽ തന്നെ ഈ MOV കണക്ട് ചെയ്ത് കൊടുത്താൽ മതി. അതായത് ഇതുപോലെ ഹൈ വോൾട്ടേജ് വരുന്ന സമയത്ത് ഈ MOV ഷോർട്ടായി ബ്രേക്കറിനെ ട്രിപ്പാക്കി നമ്മുടെ ബൾബിനെ അങ്ങനെ നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. ഈ എക്സ്പെരിമെന്റ് ആണ് അപ്പൊ നമ്മൾ ഇപ്പൊ ചെയ്ത് നോക്കാൻ പോകുന്നത്.
275 വോൾട്ട് MOV ടെസ്റ്റ് ചെയ്യാനായിട്ട് എന്റെ കയ്യിൽ 275 വോൾട്ട് ഇല്ല. അതുകൊണ്ട് ഞാൻ 240 വോൾട്ടിന്റെ MOV വെച്ചിട്ടാണ് ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ഇപ്പൊ ലൈനിൽ 245 വോൾട്ട് ആണുള്ളത്. എന്റെ കയ്യിലുള്ളത് 240 വോൾട്ട് MOV ആണ്. ഇത് ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് ഈ ബൾബിനെ പ്രൊട്ടക്ട് ചെയ്യുന്നത് കാണിച്ചു തരട്ടെ. ഞാനിപ്പോ ഈ പ്ലഗിലേക്ക് 240ന്റെ MOV കണക്ട് ചെയ്യാൻ പോവുകയാണ്. 240 വോൾട്ടിന്റെ MOV ലൈനിൽ ഞാനിപ്പോ കണക്ട് ചെയ്തു. എല്ലാ ബ്രേക്കറും RCCBയും ഇപ്പൊ ഓൺ ആണ്. സ്വിച്ച് ഓൺ ചെയ്യുന്ന സമയത്ത് MOV ഷോർട്ടായി MCB ട്രിപ്പ് ആവുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. MOV ട്രിപ്പ് ആവാൻ കാരണം ലൈനിൽ 240 വോൾട്ടേജിൽ കൂടുതൽ ഉണ്ട്. ഇപ്പൊ ലൈനിൽ 246 വോൾട്ട് ആണുള്ളത്. ഈ ലൈനിലേക്കാണ് 240 വോൾട്ടിന്റെ MOV ഞാൻ കണക്ട് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഞാൻ സ്വിച്ച് ഓൺ ചെയ്യാൻ പോവാണ്. നമുക്ക് ട്രിപ്പ് ആവണമെന്ന് നോക്കാം. MOV കൃത്യമായി ഷോർട്ടായി. വീഡിയോയിൽ കണ്ട പോലെയുള്ള പൊട്ടിത്തെറി ഒന്നും ഉണ്ടാവില്ല. നമ്മൾ ഇതുപോലെയുള്ള ഒരു ട്യൂബിൻ പ്ലഗിന്റെ അകത്താണ് MOV കണക്ട് ചെയ്ത് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇതിന്റെ അകത്തായിരിക്കും അത് നടക്കുന്നത്. അപ്പോൾ പൊട്ടിത്തെറിക്കുന്നുള്ള ഒരു പേടിയൊന്നും വേണ്ട. 6 ആംപിയറിന്റെ ബ്രേക്കർ ട്രിപ്പ് ആവാനായിട്ട് 10 രൂപ വരുന്ന ഈ MOV ധാരാളം മതി. ഇപ്പൊ നിങ്ങൾ ഇത് വീഡിയോ കണ്ട് ഉറപ്പായില്ലേ? ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ ഫുൾ പ്രൊട്ടക്ഷൻ ആണ് വേണ്ടതെങ്കിൽ ഇത്തിരി വലിപ്പമുള്ള MOV വേണ്ടി വരും. കാരണം നമ്മൾ ഇത് കണക്ട് ചെയ്യുന്നത് മെയിൻ MCBയിലാണ്. മെയിൻ MCBയുടെ റേറ്റിംഗ് എപ്പോഴും കൂടുതലായിരിക്കും എന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. ഇത് ഒരു 16 ആംസിന്റെ MCB ആണ്. ഇതിലേക്കാണ് ഞാൻ കണക്ട് ചെയ്യാൻ പോകുന്നത്. ഇപ്പൊ ഞാൻ ചെയ്തത് ഒരു റൂമിനെയോ ആ റൂമിലുള്ള എക്യുപ്മെന്റിനെ സേവ് ചെയ്യാനുള്ള മെത്തേഡാണ്. ഒരു റൂമിനെ എന്ന് പറയുമ്പോൾ ആ റൂമിലേക്ക് വരുന്ന MCBയിലൂടെ എവിടെയെല്ലാം ലൈൻ പോകുന്നുണ്ടോ അവിടെയെല്ലാം നമുക്ക് പ്രൊട്ടക്ഷൻ കിട്ടും. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ 20 രൂപ വിലയുള്ള MOV ഉപയോഗിച്ച് നമ്മുടെ വീട് മുഴുവൻ പ്രൊട്ടക്ട് എങ്ങനെ ചെയ്യാന്നുള്ളതാണ്. വീട് മൊത്തം പ്രൊട്ടക്ട് ചെയ്യാനുള്ള MOV ഞാൻ ഇങ്ങനെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ള കാണാം. അതായത് നമുക്ക് ഹൈ വോൾട്ടേജിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണാം. ഇത് ഷോർട്ട് ആകുമ്പോൾ ഈ ബ്ലൂ കളറിലുള്ള ഈ ഒരു കവറിങ് ഇതൊരു മുട്ടത്തോട് പോലെയാണ്. അപ്പൊ ഇത് പൊട്ടിത്തെറിക്കും. പക്ഷെ ഇത് അപകടകാരിയല്ല. ഞാനിത് ക്ലോസ് റേഞ്ചിൽ ഇരുന്ന് ചെയ്യുന്നത് കൊണ്ട് കണ്ണിലൊന്നും ഈ പൊട്ടിത്തെറിക്കുമ്പോൾ കണ്ണിലൊന്നും ആവാതിരിക്കാൻ വേണ്ടി ഞാൻ ഇതൊരു ബോക്സിലാക്കി വെക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. വീടിന്റെ മെയിൻ പ്രൊട്ടക്ഷന് വേണ്ടി ചെയ്യുമ്പോൾ ഇതുപോലെ ഒരു ബോക്സിനകത്താക്കി വെക്കുന്നതായിരിക്കും സേഫ്. റൂമിന്റെയോ എക്യുപ്മെന്റിന്റെയോ പ്രൊട്ടക്ഷന് വേണ്ടി നമ്മൾ ചെയ്യുമ്പോൾ ഇതുപോലെയുള്ള ഈ പ്ലഗിന്റെ അകത്താണല്ലോ ഇരിക്കുന്നത്. അതുകൊണ്ട് സേഫ് ആയിട്ട് തന്നെ ഇരിക്കും. അപ്പൊ ഞാൻ വീടിന്റെ മൊത്തം പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് MOV മെയിൻ MCBയിലേക്ക് കണക്ട് ചെയ്തിരിക്കുകയാണ്. യെല്ലോ കളറിൽ കണക്ട് ചെയ്തിരിക്കുന്നതാണ് MOV. ഇത് 240 വോൾട്ടിന്റെ MOV ആണ്. അപ്പൊ ഞാൻ മെയിൻ ബ്രേക്കറിലേക്ക് 245 വോൾട്ട് കൊടുക്കാൻ പോവുകയാണ്. 245 കൊടുക്കുമ്പോൾ 240ന്റെ MOV ഷോർട്ടായി MCB ട്രിപ്പ് ആവുകയും ചെയ്യും. അങ്ങനെ നമ്മുടെ വീടിന്റെ മൊത്തം സപ്ലൈ കട്ടായി നമ്മളെ സേഫ് ആക്കും. ഇപ്പോ ബ്രേക്കർ ഞാൻ ഓൺ ആക്കി വെച്ചിരിക്കുകയാണ്. ഇനി സപ്ലൈ കൊടുക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് നമുക്ക് നോക്കാം. MOV വെച്ചിട്ട് ബ്രേക്കർ ട്രിപ്പ് ആവുന്നുള്ള കാര്യം കൺഫേം ആയില്ലേ? അപ്പൊ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താന്ന് വെച്ചാൽ MOV ഇതുപോലെ കണക്ട് ചെയ്യുമ്പോൾ ഇതുപോലെ സേഫ് ആയിട്ട് ഒരു ബോക്സിന്റെ അകത്ത് വെച്ച് കണക്ട് ചെയ്യുക. അങ്ങനെയാണ് സെറ്റ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഈ രീതിയിൽ 10-20 രൂപയുടെ MOV വെച്ചിട്ട് നിങ്ങളുടെ വീടിനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് പറ്റും. ഇത് പണ്ട് മുതലേ എല്ലാ ഇലക്ട്രോണിക് എക്യുപ്മെന്റിന്റെ അകത്ത് ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ്. വീഡിയോയിൽ എക്സ്പെരിമെന്റിനായി 240 വോൾട്ടിന്റെ MOV ആണ് ഉപയോഗിച്ചത്. എന്നാൽ വീടിന് പ്രൊട്ടക്ഷനായി വാങ്ങിക്കുമ്പോൾ 275ന്റെ MOV ആണ് വാങ്ങേണ്ടത്. അടുത്ത വീഡിയോയിൽ 3 MOV ഉപയോഗിച്ച് ഹൈ വോൾട്ടേജിൽ നിന്നും സർജിൽ നിന്നും സ്പൈക്കിൽ നിന്നും സംരക്ഷണം വളരെ എളുപ്പത്തിൽ നമുക്ക് എങ്ങനെ നേടാം എന്നുള്ള വീഡിയോ ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.